സമാധാന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ലോകം. ഇറാൻ യുദ്ധത്തിന് വെള്ളിയാഴ്ചയോടെ ഔദ്യോഗിക സമാപ്തിയാകുമെന്നും പിന്നീട് തേടുന്നത് ശാശ്വത സമാധാനത്തിനുള്ള വഴികളാണ് എന്നുമാണ് ഇറാനും അമേരിക്കയും പറയുന്നത്. വെള്ളിയാഴ്ച ധാരണയുടെ വിവരങ്ങൾ രണ്ടു കൂട്ടരും പുറത്തുവിട്ടു. പരസ്പരം ആക്രമിക്കില്ല, ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല, ഇറാനെതിരായ എല്ലാ ഉപരോധവും ഘട്ടം ഘട്ടമായി നീക്കും എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. ഇറാന് വേണ്ടി $30,000 കോടി സഹായ പദ്ധതിയും കരാറിലുണ്ട്. ഹോർമൂസ് ഇറാൻ തുറക്കും. ഹോർമൂസിലെ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. തുടർ ചർച്ചകൾ ജനീവയിൽ. യുറേനിയം ശേഖരം നീക്കം ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങളിലെ തുടർ ചർച്ചകളാണ് ജനീവയിൽ നടക്കുക. ഇറാന് പുനർനിർമ്മാണ ഫണ്ട് എന്ന പേരിൽ അമേരിക്ക $300 ബില്യൺ നൽകുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. അന്തിമ കരാറിലേക്ക് എത്താനുള്ള സാമ്പത്തിക പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ് ഈ ഫണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുനർനിർമ്മാണമോ നഷ്ടപരിഹാരമോ അല്ല, മറിച്ച് ഒരു സ്വകാര്യ നിക്ഷേപ മാർഗം എന്ന നിലയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഇതിൽ സർക്കാർ പണമോ ഗ്രാന്റോ ഉൾപ്പെടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാൻ കരാറിനെ അംഗീകരിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഇറാനിൽ നിക്ഷേപം നടത്താം. ഊർജം, ലോജിസ്റ്റിക്സ്, നിർമ്മാണം, ഗതാഗതം എന്നീ മേഖലകളിലാണ് നിക്ഷേപം നടത്താൻ അവസരം. വിവിധ രീതികളിൽ രാജ്യങ്ങൾക്ക് സംഭാവന നൽകാം. വായ്പകൾ, ക്രെഡിറ്റ് ലൈനുകൾ, യുദ്ധത്തിൽ തകർന്ന സ്ഥലങ്ങളുടെ പുനർനിർമ്മാണത്തിന് നേരിട്ട് ധനസഹായം നൽകുക എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൊബാറക്കെ സ്റ്റീൽ സമുച്ചയം, റിഫൈനറികൾ, വിമാനത്താവളങ്ങൾ തുടങ്ങി സംഘർഷത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കറങ്ങി നടപ്പുണ്ട് എങ്കിലും അത് വകവെക്കേണ്ട എന്നാണ് ഇറാന്റെയും അമേരിക്കയുടെയും തീരുമാനം. നെതന്യാഹു അഥവാ ബീബി പഴയ ബീബി അല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പലതവണ മനസ്സിലായി. തന്നെ യുദ്ധത്തിൽ കൊണ്ട് തള്ളിയിട്ട് സ്വന്തം യുദ്ധം വേറെ നടത്തുന്ന നെതന്യാഹുവിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ് ട്രംപ്. ലെബനനിലെ സൈനിക അധിനിവേശത്തിലും ഹിസ്ബുള്ളക്കെതിരായ നീക്കങ്ങളിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് കടുത്ത അതൃപ്തി പരസ്യമാക്കിയിരുന്നു. നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും ഇസ്രായേലിന്റെ നിലവിലെ നീക്കങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയതാണ്. ലെബനനോടും ഹിസ്ബുള്ളയോടും ഇസ്രായേൽ പെരുമാറിയ രീതിയിൽ സന്തുഷ്ടനല്ല എന്ന് ട്രംപ് തുറന്നടിച്ചതാണ്. ലെബനനിൽ ഇസ്രായേലി ആക്രമണത്തിൽ നൂറുകണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെ 4000-ലധികം പേർ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തു. ഇറാനുമായുള്ള കരാറിന്റെ ഭാഗമായി ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ US നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. നബാത്തിയ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തി. ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനിടയിൽ തന്നെ ഇസ്രായേലുമായുള്ള 5ാം റൗണ്ട് ചർച്ചകൾക്കുള്ള ഒരുക്കങ്ങൾ ലെബനൻ ആരംഭിച്ചിട്ടുമുണ്ട്. ജൂൺ 22-നാണ് ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനും പ്രധാനമന്ത്രി നവാഫ് സലാമും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. US ഇറാൻ ധാരണാപത്രം മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനപരമായ പരിഹാരങ്ങൾക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അനുകൂല ഘടകമാണ് എന്ന് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ വിലയിരുത്തി. ചർച്ചകളിലൂടെ സ്ഥിരമായ വെടിനിർത്തൽ, അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, അന്താരാഷ്ട്ര അതിർത്തി വരെ ലെബനീസ് സൈന്യത്തെ വിന്യസിക്കൽ, തടവിലാക്കപ്പെട്ട ലെബനീസ് പൗരന്മാരുടെ മോചനം, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കൽ എന്നിവയാണ് ലെബനൻ ലക്ഷ്യമിടുന്നത്. ലെബനനുമായി ഒരു കരാറിലെത്താനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നതായി ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ഇഹൂദ് ഒൽമർട്ട് പറയുന്നു. ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറണം. തെക്കൻ ലെബനനിലെ ഒരു പ്രദേശവും ഇസ്രായേലിന് ആവശ്യമില്ല എന്നും അവിടെ നിന്ന് പൂർണ്ണമായി പിന്മാറി പ്രാദേശിക കരാറുകളിലൂടെ സമാധാനത്തിന് ശ്രമിക്കുകയാണ് വേണ്ടത് എന്നും ഒൽമർട്ട് ഓർമ്മിപ്പിക്കുന്നു. US-മായി ഒപ്പുവെച്ച താൽക്കാലിക കരാറിന് വിരുദ്ധമാണ് ലെബനനിലെ ഇസ്രായേലിന്റെ തുടർന്നുള്ള അധിനിവേശമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലെബനനിൽ ഇനിയുണ്ടാകുന്ന ഏതൊരു ഇസ്രായേൽ ആക്രമണവും പ്രദേശങ്ങൾ കൈയടക്കി വെക്കുന്നതും US ഇറാൻ കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പിടിച്ചടക്കിയ ലെബനീസ് പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാതെ സംഘർഷാവസാനം അപൂർണമായിരിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നാണ് കണക്കാക്കേണ്ടത് എന്ന് അരാക്ചി പറയുന്നു. US-മായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ കരാറിൽ ഇസ്രായേൽ ലെബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇസ്രായേൽ നിരസിച്ച ഈ വ്യവസ്ഥ കരാറിന്റെ സാധുത ഇല്ലാതാക്കുമെന്നും
പൂർണ്ണമായി യുദ്ധം പുനരാരംഭിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ വളരെ കാലമായുള്ള ആവശ്യമാണ് ഇസ്രായേൽ ലെബനനിലെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നത്. ഇക്കാര്യം കരാറിന്റെ ഭാഗമാണ് എന്ന് മധ്യസ്ഥ ശ്രമം നടത്തുന്ന പാകിസ്ഥാനും പറയുന്നുണ്ട്. എന്നാൽ കരാറിന്റെ രൂപരേഖകളെക്കുറിച്ച് ചർച്ച നടത്തിയ ഒരു US ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം കരാറിൽ ലെബനിൽ നിന്ന് ഇസ്രായേലിന്റെ പിൻവലിക്കൽ ആവശ്യപ്പെടുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ മുൻപും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് വെടിനിർത്തൽ കാലം നീണ്ടുപോകാനും അത് സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തിയതും. എന്നാൽ ഇത്തവണ അതിനപ്പുറം ചിന്തിക്കാൻ ഇറാൻ തയ്യാറായതാണ് കരാറിലേക്ക് നീങ്ങാൻ കാരണമായത് എന്നും US ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം US ഇറാൻ കരാർ ഒരു പ്രഹേളികയാണ്. യുദ്ധം തുടങ്ങിയതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള അന്ത്യമല്ല ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു കരാർ ഹിസ്ബുള്ളയെ ദുർബലമാക്കുന്നില്ല. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ US ചർച്ചക്കാരോട് മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ട്രംപും നെതന്യാഹുവും ഏറെ അകന്നു എന്നർത്ഥം. കരാറിനെക്കുറിച്ച് തന്നോട് പറയാത്തതിൽ നെതന്യാഹുവിന് അമർഷമുണ്ട്. പക്ഷേ ഒറ്റയ്ക്കായാൽ ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുമെന്ന ഭയമുണ്ട് ഇസ്രായേലിന്. അമേരിക്ക ഒപ്പമുള്ളതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ കഴിഞ്ഞത്. ഇറാൻ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് അമേരിക്കയെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഇറാന്റെ സുഹൃത്തുക്കളായ ഹിസ്ബുള്ളയെയും കൂട്ടത്തിൽ ഇല്ലാതാക്കാം എന്ന് കരുതി. അതിനാണ് ബെയ്റൂട്ടിലെ ഉൾപ്പെടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നത്. എന്തായാലും ഇറാനുമായുള്ള കരാറിൽ ലെബനന്റെ കാര്യം ഉൾപ്പെടുത്തുന്നത് അനാവശ്യമാണ് എന്ന ഔദ്യോഗിക നിലപാടാണ് ഇസ്രായേലിന്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഉന്നത നേതാക്കൾ എല്ലാം ഇല്ലാതായിട്ടും ഇറാന്റെ ഭരണ സംവിധാനം തകർന്നിട്ടില്ല. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടൽ പിഴച്ചത് അവിടെയാണ്. യുദ്ധം രൂക്ഷമായി. ഹോർമൂസിൽ പിടിമുറുക്കിയ ഇറാൻ ശിക്ഷിച്ചത് ലോകത്തെ മുഴുവനാണ്. അമേരിക്കൻ സൗഹൃദത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളെ ശിക്ഷിച്ചു. ആയത്തുള്ള ഖമനേയ്ക്ക് പകരം അധികാരത്തിലെത്തിയത് അതിനേക്കാൾ കടുപ്പക്കാരനായ മുജ്തബ ഖമനേയി. IRGCയും കൂടുതൽ ശക്തരായി. കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചതോടെ ഇസ്രായേൽ ലെബനനിലും ആക്രമണം തുടങ്ങി. ലെബനൻ ഒരു ഘട്ടത്തിൽ ഇറാനെ തള്ളിപ്പറഞ്ഞു. ഇടപെടരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇറാൻ കാര്യമായി പ്രതികരിക്കാതെ കരാറിൽ ലെബനൻ വിഷയം ഉയർത്തുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി. വെള്ളിയാഴ്ച കരാർ ഒപ്പിടുന്നതോടെ ഹോർമൂസ് തുറക്കും. ഇറാനെതിരായ ഉപരോധം പിൻവലിക്കും. പിന്നെ 60 ദിവസം ചർച്ചകൾക്കുള്ള സമയം. സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിച്ച് ഇറാനിൽ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ്. അപകടകരമായ ആ ദൗത്യം എങ്ങനെ നടപ്പാകുമെന്ന് തീരുമാനമായിട്ടില്ല. അത് നീക്കം ചെയ്യാനുള്ള സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറായിരുന്നുവെന്ന് CNN റിപ്പോർട്ട് പുറത്തുവന്നതാണ്. കരാർ ധാരണ ഉറപ്പായതോടെ അമേരിക്ക പിന്മാറിയെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പുറത്തുവന്ന കരാർ വ്യവസ്ഥകളിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല. ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതിനു പകരം ആഗോള സമ്പദ് രംഗത്തേക്ക് ഇറാനെ കൂടി ഉൾപ്പെടുത്തും. ഉപരോധങ്ങൾ പിൻവലിക്കും. ആസ്തി വിട്ടുകൊടുക്കൽ അതിന്റെ ഭാഗമായി പതുക്കെ ഉണ്ടാവുമെന്നാണ് അറിയിപ്പ്. ഇറാന്റെ മുന്നോട്ടുള്ള നീക്കമനുസരിച്ചാവും ഇതെല്ലാം. ഇറാനുമായുള്ള കരാർ ഡിജിറ്റലായി ഒപ്പിട്ടതിന് പിന്നാലെ ഹോർമൂസ് കടലെടുക്ക് തുറന്നിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ നാവിക ഉപരോധവും നീക്കി. 2 എണ്ണ ടാങ്കറുകളെങ്കിലും ഇറാനിൽ നിന്ന് പുറപ്പെട്ടുവെന്നും അവയെ US സൈനികർ തടഞ്ഞില്ല എന്നും കപ്പൽ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ കാണിക്കുന്നു. 2 മാസത്തിനുള്ളിൽ ഇറാന്റെ ആദ്യത്തെ അസംസ്കൃത എണ്ണ കയറ്റുമതിയെയാണ് ഇവ പ്രതിനിധീകരിക്കുന്നത് എന്ന് മർച്ചന്റ് ഷിപ്പ് ട്രാക്കിംഗ് വെബ്സൈറ്റ് TankerTrackers.com പറഞ്ഞിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇറാനിയൻ പതാകയുള്ള ടാങ്കറുകളായ ഡൊയാണ, ഹീറോ 2 എന്നിവയുടെ യാത്ര സ്ഥിരീകരിച്ചു. 3.8 ദശലക്ഷം ബാരൽ ഇറാനിയൻ അസംസ്കൃത എണ്ണയാണ് ഇവയിൽ ഉള്ളത് എന്നും പറയപ്പെടുന്നു.